മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ഇടുക്കിയിൽ 4 ദിവസത്തിനുള്ളിൽ 266 മില്ലിമീറ്റർ അസാധാരണ മഴ. വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 1 മരണം. ഇരട്ടയാർ ഡാമിൽ റെഡ് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിലും നാളെ 6 ജില്ലകളിലും റെഡ് അലർട്ട്. UDF ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന സമ്മർദ്ദം തുടർന്ന് PV അൻവർ. തൃണമൂൽ കോൺഗ്രസ് യോഗം വൈകിട്ട്. പ്രശ്നപരിഹാരത്തിന് കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ ശ്രമം. ഷൌക്കത്തിന് അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ UDF തീരുമാനമറിയിക്കും. അൻവറിന്റെ നീക്കം എന്തെന്ന് നിരീക്ഷിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ LDF. ഡോക്ടർ ഷിനാസ് ബാബുവിനെയും പരിഗണിക്കുന്നു. ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ഷറഫ് അലി. VV പ്രകാശിന്റെ മകളുടെ പ്രസ്താവന ആര്യാടൻ ഷൌക്കത്തിനെതിരെ ആയുധമാക്കി CPM. BJPയുടെ സൂപ്പർ വക്താവാക്കണമെന്ന കോൺഗ്രസ് വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ. ഭീകരാക്രമണങ്ങൾക്ക് നൽകിയ തിരിച്ചടിയെക്കുറിച്ചാണ് പാനമയിൽ സംസാരിച്ചതെന്ന് തരൂർ. വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കണോ എന്ന് കോൺഗ്രസിന് കിരൺ റിജിജുവിന്റെ മറുപടി. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് അമേരിക്ക വ്യാപാര കരാർ ഉപയോഗിച്ചെന്ന് ട്രംപ് ഭരണകൂടം. അവകാശവാദത്തിന് ഔദ്യോഗിക സ്വഭാവം നൽകി കോടതിയിൽ US കൊമേഴ്സ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. വിശദീകരണം: ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരായ കേസുകളിൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കം തടഞ്ഞ് US ഫെഡറൽ കോടതി. കൂരിയാട് ദേശീയപാത തകർന്നതിൽ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. മണ്ണ് പരിശോധന പോലും നടത്തിയില്ല. ഡിസൈനും പാളി. 1 കിലോമീറ്റർ വീണ്ടും പണിയണമെന്ന് ശുപാർശ. കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണതിന് തൊട്ടടുത്ത് ഇന്ന് വീണ്ടും റോഡിടിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്ന് ഇന്ന് വൈകിട്ടറിയാം. തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം വൈകിട്ട് മഞ്ചേരിയിൽ ചേരും. ആര്യാടൻ ഷൌക്കത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചാൽ അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ UDF നേതൃത്വം പരസ്യ പ്രസ്താവന നടത്തുമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, എന്തായാലും PV അൻവർ മത്സരിക്കും എന്ന സമ്മർദ്ദം ഇപ്പോഴും ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ അതിനിടെ സമവായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തു നിന്ന്? മഞ്ജുഷ, ഏറ്റവും അവസാനമായി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് വന്ന പ്രതികരണം, ഇതിൽ ഇനി കോൺഗ്രസിന്റെ ലീഗിന്റെ എന്ന തരത്തിലുള്ള നിലപാടുകളില്ല, UDFന്റെ മാത്രമായിട്ടുള്ള നിലപാടാണ് ഇനി പറയാനുള്ളത്. അക്കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനിക്കും. ഇന്ന് വൈകുന്നേരത്തോടെ UDF നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഇതിലൊരു ധാരണയുണ്ടാക്കുമെന്നാണ് അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയായിരിക്കും, അൻവറിന് തൃപ്തികരമാകുമോ അതോ അൻവർ ഇതുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുമെന്ന ചോദ്യം അതെല്ലാം തന്നെ കണ്ടറിയേണ്ടതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ലീഗ് ഇതിൽ ശ്രമിക്കാവുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ അൻവർ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന കോൺഗ്രസിന്റെ നിലപാട്, അതിനോട് ലീഗും യോജിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇക്കാര്യത്തിൽ ഇനി ഒറ്റക്കെട്ടായ തീരുമാനമേ ഉള്ളൂ എന്ന് UDFന്റെ പ്രധാന കക്ഷി നേതാവായി മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ ഇതിൽ സാധ്യമായ എല്ലാ ശ്രമങ്ങളും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണം അതിൽ വ്യാഖ്യാനിക്കുവാൻ. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മഞ്ചേരിയിൽ PV അൻവറിന്റെ അധ്യക്ഷതയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ യോഗം ചേരുന്നുണ്ട്. ഇനി എന്ത് തീരുമാനിക്കണം, ഒറ്റയ്ക്ക് മത്സരിക്കണമോ അതോ സഹകരിക്കണമോ എന്ന കാര്യത്തിലുള്ള ഒരു അന്തിമ ധാരണയും ഈ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. PV അൻവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഭീഷണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ലീഗിന് ഈ അൻവറിന്റെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന നിലപാട് UDFന് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തൽ തന്നെ ഉള്ളതുകൊണ്ട് ലീഗ് പരമാവധി അൻവറിനെ ഒപ്പം ചേർത്ത് നിർത്തണമെന്ന നിലപാടാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ അൻവറിന്റെ ആ ഭീഷണിക്ക് സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ട എന്ന അഭിപ്രായമാണ് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇക്കാര്യത്തിലൊരു ധാരണയായി അൻവറിനെ UDFന്റെ ഭാഗമാക്കും അല്ലെങ്കിൽ അസോസിയേറ്റ് ആക്കുമെന്നൊരു പരസ്യ പ്രസ്താവന നേതൃത്വം നടത്തിയാൽ ഷൌക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരും എന്ന് തന്നെയാണ് നൽകിയത്. എന്തായാലും ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ യോഗം നിർണായകമാണ്. അതിൽ PV അൻവറും കൂട്ടരും ഒരു തീരുമാനം എടുത്തേക്കാം. എന്തായാലും ഇപ്പോൾ മത്സരിക്കും എന്നുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് PV അൻവർ.
അൻവർ വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെന്നാണ് രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞത്. PV അൻവറുമായി ചർച്ചകൾ നടക്കും. അൻവർ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന് അൻവർ തലവേദനയല്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. KC വേണുഗോപാൽ അൻവറിനോട് മുഖം തിരിച്ചിട്ടില്ലെന്നും ലീഗും കോൺഗ്രസും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. UDF ക്യാമ്പിലും കോൺഗ്രസ് ക്യാമ്പിലും അൻവർ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന വാർത്തകൾക്കിടയിലാണ് കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നമുക്കൊപ്പം ചേരുന്നത്. സാർ, ഇത് അൻവർ വിഷയത്തിൽ ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ കാര്യമാണ്, അവിടെ നടക്കുന്നത് പൊട്ടിത്തെറിയാണ് എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ് മണിക്കൂറായിട്ടേ ഉള്ളൂ. അതായത് എന്തോ വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. ഒരു വിഷയമില്ല. UDF ഒരു മനസ്സോടെ വളരെ ശക്തമായി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടുന്ന് ഷൊർണൂരിലെത്തി അവിടെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോവാണ്. എല്ലാ UDF നേതാക്കളും ഒരു മനസ്സോടെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ പരിഹരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിഹരിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുകയാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു ഭരണമാറ്റമാണ്. 9 വർഷത്തെ ദുർഭരണം കേരളത്തെ തകർത്തെറിഞ്ഞു. ആ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ഒരവസരമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. നിലമ്പൂർ എന്നും കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമാണ്. കഴിഞ്ഞ 2 തവണ ഞങ്ങൾക്ക് കാല് തെറ്റി എന്നുള്ള സത്യമാണ്. ഇത്തവണ അത് പിടിച്ചെടുക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പിണറായി സത്യത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ നടക്കുക എന്ന് പറയുന്ന ആള് അൻവറാണ്. അൻവർ ഈ കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ LDF ഗവൺമെന്റിനെതിരെ പറയുന്നു. അത് കോൺഗ്രസ് പറയുന്ന അതേ കാര്യമാണ്, UDF പറയുന്ന അതേ കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ഫോക്കസ് പോലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തൊക്കെ UDF-നെതിരെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അനാവശ്യമായി പോയോ? ഇത് പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അത് എൻ്റെ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരുമായി സംസാരിച്ച് ആ പ്രശ്നം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിവാദങ്ങളിലേക്കില്ല. പക്ഷേ നമുക്കിന്ന് ആവശ്യം എന്താണ്? കേരളത്തിലെ ഈ പിണറായിയുടെ ദുർഭരണത്തെ അവസാനിപ്പിക്കുക. കേരളം അതിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ജനങ്ങൾ എങ്ങനെങ്കിലും ഈ ഗവൺമെൻറ് മാറി പുതിയൊരു ഗവൺമെൻറ് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടിയാണ് എല്ലാവരും നിൽക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് എല്ലാവരും ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കണം. നിലമ്പൂർ തേക്കും ആര്യാടനും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരുകളെന്ന് താങ്കൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതേ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഏത് ചെകുത്താനാണെങ്കിലും അതല്ലെങ്കിൽ ഒരു വടി നിർത്തിയാലും വിജയിക്കും എന്ന തരത്തിലൊക്കെ അൻവർ പറഞ്ഞു. അപ്പം ഇത് കുറച്ചും കൂടെ ഒരു സമവായത്തിൻ്റെ ഒരു പാതയിലേക്ക് അൻവർ വരാത്തത് ഇപ്പം താങ്കൾ ഇതിനകത്ത് മുഴുവൻ അനുനയത്തിൻ്റെ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ബുദ്ധിമുട്ടുണ്ടോ? നമ്മുടെ ലോകത്ത് ഏറ്റവും പ്രശസ്തമാണ് നിലമ്പൂർ തേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ തേക്ക് കൊണ്ടാണ് അവിടുത്തെ കഥകൾ പോലും നിർമ്മിച്ചിട്ടുള്ളത്. ലോകപ്രശസ്തമായ ബ്രിട്ടീഷുകാരുടെ കാലത്തിനപ്പുറം മുതൽ വളരെ ലോകപ്രശസ്തമായതാണ് നിലമ്പൂരിലെ തേക്ക്. അതുപോലെ തന്നെയാണ് ആര്യാടൻ്റെ ഓർമ്മകളും. അത് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചത് സത്യമാണ്. നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് BJP. രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. BJP മത്സരിക്കണോ BDJS മത്സരിക്കണോ എന്ന് നേതൃത്വം ഉടൻ തീരുമാനമെടുക്കുമെന്നും BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് പറഞ്ഞു. ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന് അവരുടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും പ്രഖ്യാപിക്കാനും സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലമ്പൂർ നിയോജകമണ്ഡലം ഉള്ളത്. ഞങ്ങൾ ഭരിക്കുന്ന കേരളത്തിലെ ഭരണകക്ഷിയോ അല്ലെങ്കിൽ സിറ്റിംഗ് MLA ഉള്ള പാർട്ടിയോ അല്ല കേരളത്തിൽ. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നിരവധി ഘടകങ്ങൾ അതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ BJP ഒറ്റയ്ക്കല്ല, ഞങ്ങൾ മുന്നണി സംവിധാനത്തിലാണ് മത്സരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃത്വം ഇരുന്നു കൊണ്ട് അതിൻ്റെ തീരുമാനമെടുത്ത് 2 ദിവസത്തിനകം അതിൻ്റെ ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. PV അൻവറും ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവും കോൺഗ്രസിൽ ഉണ്ടാക്കിയ അനിശ്ചിതത്വം മുതലെടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ തോൽപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്താണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഒരിക്കൽ കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇറക്കി നിലമ്പൂർ നിലനിർത്താനാണ് CPM-ന്റെ ഇപ്പോഴത്തെ ആലോചന. ഇടത് സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കും.
സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായില്ലെങ്കിലും കോൺഗ്രസിലെ അനിശ്ചിതത്വം പരമാവധി മുതലെടുക്കുകയാണ് CPM. പ്രസ്താവനകൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിലമ്പൂരിൽ ഇടതുമുന്നണി സജീവമായി കഴിഞ്ഞു. അൻവർ UDFനും കോൺഗ്രസിനും ഇനിയും തലവേദന ഉണ്ടാക്കുമെന്ന് CPM കരുതുന്നു. UDFന്റെ ദൗർബല്യങ്ങളാണ് ആദ്യ റൗണ്ടിൽ CPMന്റെ ലക്ഷ്യം. VV പ്രകാശിന്റെ കുടുംബത്തിനും അനുയായികൾക്കും ഷൗക്കത്തിനോടുള്ള അപ്രീതി തിരിച്ചറിഞ്ഞാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ദേശാഭിമാനി ലേഖനത്തിലെ ആരോപണങ്ങൾ. ഷൗക്കത്ത് പാലം വലിച്ചില്ലായിരുന്നുവെങ്കിൽ 2021 നിലമ്പൂരിൽ UDF ജയിച്ചേനെ എന്ന MV ഗോവിന്ദൻ. അപകടം തിരിച്ചറിയുന്ന കോൺഗ്രസ് ഗോവിന്ദന്റെ ആരോപണത്തോട് കാര്യമായി പ്രതികരിക്കുന്നില്ല. ദേശാഭിമാനി ലേഖനത്തിൻ്റെ അതല്ലെങ്കിൽ MV ഗോവിന്ദൻ എന്നറിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ, അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഞാൻ ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ. നിലമ്പൂരിൽ ഇടതു സ്ഥാനാർത്ഥി CPM ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങി. രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് മാത്രം നിലമ്പൂരിൽ ജയിക്കാനാകില്ലെന്ന തിരിച്ചറിവാണ് കാരണം. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ബാബുവിന്റെ പേരിനാണ് പാർട്ടി ചർച്ചകളിൽ മുൻതൂക്കം. ജനകീയ ഡോക്ടർ എന്ന വിളിപ്പേരുള്ള ഷിനാസിനെ മത്സരിപ്പിച്ചാൽ നിലമ്പൂർ നിലനിർത്താമെന്നാണ് പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി എന്നീ പേരുകളും സജീവമായി തന്നെ CPM പരിഗണിക്കുന്നുണ്ട്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാകുമെന്ന് ഷറഫ് അലി. നാളെ രാവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. വൈകിട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 1-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂർ കോടതിപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. CPM പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫ് അലി ന്യൂസ് 18നോട് പറഞ്ഞു. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കും. നിലവിൽ ചർച്ചകൾ നടന്നിട്ടില്ല. തനിക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ലെന്നും എന്നാൽ നിലമ്പൂർ ഏറ്റവും അടുപ്പമുള്ള പ്രദേശമാണെന്നും ഷറഫ് അലി ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂരിൽ CPMന്റെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നാളെയാണ് ഇടതുമുന്നണി യോഗവും CPM സംസ്ഥാന സെക്രട്ടറി അതിനു മുമ്പൊക്കെ ചേർന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ആരെന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിന് വരുമെന്ന് CPM നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്. ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് U ഷറഫ് അലിയുടേതാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ, ഇന്ത്യൻ അന്താരാഷ്ട്ര താരം. അദ്ദേഹം ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ CPMന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അറിയിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ പത്ര മാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൃത്യമായി ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ നിലമ്പൂരിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലപ്പുറത്ത് കേരളത്തിൽ പരിചയപ്പെടുന്ന കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ മലപ്പുറത്ത് നിലമ്പൂർ താങ്കൾക്ക് അങ്ങനെ ഒരു ബന്ധമുള്ള നാട് കൂടിയാണ്, താങ്കളുടെ നാടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്വാഭാവിക പരിഗണന മാത്രമാണോ, അതിന്റെ അപ്പുറത്തേക്ക് താങ്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു പേരാണോ ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം? അതിപ്പോൾ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ടൊരു പാരമ്പര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഫുട്ബോളർ എന്നുള്ള നിലക്ക് സംസ്ഥാന സർക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമായിട്ടാണ് ഞാൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിന്റെ സ്ഥാനം തന്നെ അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നിലമ്പൂർ എനിക്ക് പുതിയതായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അരീക്കോട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള പ്രദേശം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദേശീയപാത ഇടിഞ്ഞ മലപ്പുറം കൂരിയാട് 1 കിലോമീറ്റർ ദൂരം റോഡ് പുനർനിർമ്മിക്കാൻ വിദഗ്ധ സംഘത്തിന്റെ ശുപാർശ. സ്ഥലത്തെ മണ്ണ് പരിശോധന നടന്നില്ല എന്നതടക്കം നിർമ്മാണത്തിലെ അപാകതകൾ എണ്ണിപ്പറഞ്ഞാണ് വിദഗ്ധ സംഘം കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നേരത്തെ അപകടമുണ്ടായ സ്ഥലത്തിന് സമീപം വീണ്ടും ദേശീയപാത ഇടിഞ്ഞിട്ടുണ്ട്. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതിൽ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. മണ്ണ് പരിശോധനയോ നെൽപ്പാടങ്ങളിൽ ആവശ്യമായ സാങ്കേതിക പരിശോധനയോ നടന്നിട്ടില്ല. ഡിസൈനിൽ വൻ തകരാറുണ്ടായതായും കണ്ടെത്തി. ഇടിഞ്ഞ ഭാഗത്തെ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന ഭാഗത്തെ 1 കിലോമീറ്റർ റോഡ് പൂർണ്ണമായും പുനർനിർമ്മിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്. കഴിഞ്ഞ 22-നാണ് സംഘം കൂരിയാട് സന്ദർശനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിനിടെ കൂരിയാട് വീണ്ടും ദേശീയപാത ഇടിഞ്ഞു വീണു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. നേരത്തെ അപകടമുണ്ടായതിന് സമീപമാണ് പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത്. സർവീസ് റോഡിൽ കൂടുതൽ വിള്ളലും രൂപപ്പെട്ടു. സർവീസ് റോഡ് പാടത്തേക്ക് കൂടുതൽ നീങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.
സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്ന് 8 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടുണ്ട്. വടക്കൻ കേരളത്തിന് പുറമെ മധ്യ കേരളത്തിലും അതിതീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, എന്താണ് പറയുന്നത്? മഞ്ജുഷ, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. രാവിലെ 4 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് എങ്കിൽ ഇപ്പോൾ ഉച്ചയായപ്പോഴേക്കും അത് 8 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടാണ്. അതായത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തന്നെയാണ് തുടരുന്നത്. നാളെയും എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് റെഡ് അലേർട്ടുകൾ തന്നെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേടാണ്. 127 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് അതിതീവ്ര മഴ തന്നെ രേഖപ്പെടുത്തുന്നു. വയനാട്ടിൽ വൈത്തേരിയിൽ 116 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. വടകരയിൽ 113 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇരിക്കൂറിലും 106 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇങ്ങനെ വടക്കൻ കേരളത്തിൽ ഒന്നാകെ അതിതീവ്ര മഴയാണ്. ഒപ്പം ഈ അതിതീവ്ര മഴ മറ്റ് ജില്ലകൾക്ക് കൂടി, അതായത് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ന്യൂനമർദ്ദവും ഒപ്പം മൺസൂണും വ്യാപിക്കുന്നു. അതിതീവ്ര മഴ രേഖപ്പെടുത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അത് അതിതീവ്ര ന്യൂനമർദ്ദമായി തീരം തൊടുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തന്നെയായിരിക്കും. എല്ലാ ജില്ലകൾക്കും റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം മെയ് 30-നും ജൂൺ 1-നും മഴയിൽ നേരിയ കുറവുണ്ടാവും. പക്ഷേ അതിനടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. രാത്രികാലങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഈ അണക്കെട്ടുകളിലൊക്കെ മുന്നറിയിപ്പുകൾ പ്രത്യേകമായി നൽകുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുടനീളം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യതയും രാത്രികാലങ്ങളിൽ വലിയ ശക്തമായ കാറ്റിനുമൊക്കെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകൾക്ക് നദീതീരങ്ങളിലും കടലോര മേഖലയിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ കള്ളക്കടൽ പ്രതിഭാസം, ശക്തമായ കാറ്റ്, മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്, അതിശക്തമായ ഇടിയും മിന്നലും തുടങ്ങി സംസ്ഥാനത്തൊട്ടാകെ അതീവ ജാഗ്രതയാണ്. മഴ ശക്തമാകുന്നു, കനക്കുന്നു. അതിതീവ്ര മഴ എന്നതാണ് 8 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലവർഷം കനത്തതോടെ ദുരിത പെയ്ത്താണ് എറണാകുളം ജില്ലയുടെ തീരമേഖലകളിൽ. ടെട്രാപോഡ് കടൽഭിത്തിയില്ലാത്ത കണ്ണമാലി മേഖലയിലാണ് വലിയ ദുരിതമുണ്ടായിരിക്കുന്നത്. കടലാക്രമണത്തിൽ ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമാകുന്നതോടെ ഈ കണ്ണമാലി ഭാഗത്തെ, ടെട്രാപോഡ് ഇല്ലാത്ത കണ്ണമാലി ഭാഗത്തെ വീടുകൾ അതിന് കഴിയുന്നവരവസ്ഥയും മോശമാവുകയാണ്. കാരണം ഈ കടൽ വെള്ളം ഇരച്ച് കയറിയതിന് ശേഷം വീടിൻ്റെ ചുറ്റുമുള്ളൊരു പരിസരം ഇങ്ങനെയാണ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. എങ്ങോട്ടും ഇത് ഒഴുകി പോകാനോ മറ്റോ ഇടയില്ലാത്ത അവസ്ഥ. കാരണം ഈ ചുറ്റുപാടുമുള്ള ചെറിയ കാനകളെല്ലാം തന്നെയും ഈ മണ്ണ് കൊണ്ട് മൂടും. ഇവിടെ ഉള്ള കടൽ അടിച്ചു കയറുന്നുള്ള മണ്ണ് കൊണ്ട് മൂടും. പിന്നെ ഈ വെള്ളം ഇത് വറ്റി പോകുമ്പോഴേക്കും അടുത്ത തിരയെത്തുന്ന ഒരു സമയത്താവും. എന്താണ് വീടിൻ്റെ ഒരു അവസ്ഥ എന്നത് അവർ തന്നെ പറയും. ഇതിനകത്ത് കഴിയുക എന്നാണ് വെള്ളത്തിൽ കഴിയണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്ത്രീകൾക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് തന്നെ പേടിച്ചാണ് ഇതിൻ്റെ അധികം. കാരണം വെള്ളം പോകാനായിട്ട് ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഈ 3-4 ദിവസമായി ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ഞങ്ങളെല്ലാവരും പഞ്ചായത്ത് മെമ്പറോടൊക്കെ എല്ലാവരോടും ഈ കാര്യങ്ങൾ നേരത്തെ മെയ് മാസം ഞങ്ങൾ അവതരിപ്പിച്ചാണ്. അപ്പോൾ അവർ മെയ് 15-നുള്ളിൽ GO2 ഉപയോഗിച്ച് ഇവിടെ തടയുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ മഴക്കാലത്ത് ഒന്ന് അടുത്തേക്ക് വരാമോ? അത് വെള്ളം തൂത്ത് കഴിയുമ്പോഴേക്കും അടുത്ത സമയമാവും. അപ്പോഴത്തേക്ക് ഏറ്റാവും. ഒരു തവണ കഴിയുമ്പോഴേക്കും അടുത്ത ഏറ്റാവും. എല്ലാ ദിവസവും 2-3 തവണ, 2 തവണയെങ്കിലും ഉണ്ടാവും. പിന്നെ ഈ നമ്മളെ അടുക്കള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ബാധിക്കും. അതെ, വെളുപ്പിനെ എഴുന്നേറ്റ് തുടച്ച് എല്ലാം വെള്ളമാണ്. ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല. ഇത് പലതവണ ഇത് ശുചീകരിച്ചോണ്ടിരിക്കുക അല്ലേ? അങ്ങനെ എന്തായാലും ഇത് നമ്മൾ മഴക്കാലം എത്തുന്നതിന് മുൻപ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും നടപടി ഉണ്ടാവുന്നില്ല. കാരണം ഞങ്ങൾ ഈ കാര്യം പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അവർ മെയ് 15-നുള്ളിൽ എല്ലാം സെറ്റപ്പ് ആക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് പോയത്.
ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ ലഭിച്ചത് 266.3 മില്ലിമീറ്റർ മഴയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. ഇരട്ടയാർ ഡാമിൽ പരമാവധി സംഭരണശേഷിക്ക് അടുത്ത് ജലനിരപ്പ് ഉയർന്നതോടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ നദികളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തതോടെ ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നു. ഇരട്ടയാർ ഡാമിൽ പരമാവധി സംഭരണശേഷിക്ക് അടുത്ത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 53 ലക്ഷം കനയടി വെള്ളമാണ് ഇവിടുത്തെ പരമാവധി സംഭരണശേഷി. ഇതിൽ 90% ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇരട്ടയാർ ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതോടെ കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. കല്ലാർകുട്ടി അണക്കെട്ടിലും സ്ഥിതി സമാനമാണ്. വൃഷ്ടിപ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. മൂന്നാർ ഹെഡ് വർക്ക്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചു. വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല ഉള്ളത്. നിലവിൽ 36% വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലുള്ളത്. മുല്ലപ്പെരിയാറിൽ 124.75 അടിയാണ് ജലനിരപ്പ്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇടുക്കിയിൽ മാത്രം പെയ്തത് 266.3 മില്ലിമീറ്റർ മഴയാണ്. ജില്ലയിൽ സാധാരണ ലഭിക്കുന്ന മഴയുടെ 620% കൂടുതലാണ് ഇത്തവണ പെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ 48 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇന്നലെ മാത്രം 23 വീടുകൾ മഴയിൽ തകർന്നു. ഇതോടെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നു. പത്തനംതിട്ട ജില്ലയിലും സമാന സാഹചര്യമാണ്. മൂഴിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 192.63 മീറ്ററാണ്. നിലവിലുള്ള ജലനിരപ്പ് 190 മുകളിലാണ്. ഇതോടെ ഡാം വീണ്ടും തുറന്ന് കൂടുതൽ അളവിൽ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. അതിനിടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രളയസാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ നദികളുടെ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയസാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തിയേറുന്നതിനാൽ വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും മഴ കനക്കും. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും 31 ശേഷം മഴ ദുർബലമാകുമെന്നും IMD ഡയറക്ടർ നീത കെ ഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും ആശങ്ക. മാവുങ്കാലിൽ നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലത്തിൽ കോൺക്രീറ്റ് അടർന്ന നിലയിൽ കണ്ടെത്തി. കോൺക്രീറ്റ് അടർന്ന് കമ്പി പുറത്തേക്ക് കാണുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇതേ മാവുങ്കാലിൽ തന്നെയല്ലേ സർവീസ് റോഡിൽ നേരത്തെ വിള്ളൽ കണ്ടത്? അതേ സ്ഥലത്ത് തന്നെയല്ലേ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്, കോൺക്രീറ്റ് അടർന്നത്? മഞ്ജുഷ, അതെ, ഇതിന് തൊട്ട് സമീപത്ത് കല്യാൺ റോഡും അതിന് തൊട്ടടുത്ത് കൂളിയങ്കാലിലുമാണ് ഇത്തരത്തിൽ സർവീസ് റോഡ് ഇടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇതൊരു മേൽപ്പാലം ഇപ്പോൾ ഒരു 2 മാസം മുൻപ് ഗതാഗതത്തിനായി തുറന്നു കൊടുത്ത മാവുങ്കാലിലെ മേൽപ്പാലമാണ്. ഈ മേൽപ്പാലത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ കാണുന്ന ഒരു അവസ്ഥയിലുള്ളത്. വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇതുവഴി വലിയ വാഹനങ്ങൾ ഒക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി നേരത്തെ ഒക്കെ അപകടം അവസ്ഥയുണ്ടായിരുന്ന അതേ സ്ഥലത്തിന് തൊട്ട് സമീപം മാവുങ്കാൽ കഴിഞ്ഞാൽ പിന്നീട് കല്യാൺ റോഡാണ് വരുന്നത്. കല്യാൺ റോഡാണ് സർവീസ് റോഡ് ഇത്തരത്തിൽ ഇടിഞ്ഞ അവസ്ഥയിൽ കണ്ടത്. ഏതായാലും ഈ സംഭവം ഇതിൽ നിലവിൽ ഈ പാലത്തിൽ ചോർച്ചയില്ലെന്നാണ് നിർമ്മാണ കമ്പനി പറയുന്നതെങ്കിലും ഒരു അപകടാവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യം വ്യക്തമാണ്. എന്തായാലും ഇത് ഒരു യാത്രക്കാരാണ്, വാഹനയാത്രക്കാരാണ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഇത് ഈ കമ്പനി അധികൃതരെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. ഈ കമ്പിയൊക്കെ കാണുന്ന തരത്തിൽ ഇപ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഈ 2ാം റീച്ചാണ് ഇത്. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇവിടെ നിർമ്മാണം ചുമതല. 52 ഇടങ്ങളിൽ അപകട സാധ്യത, അതായത് കുന്നിടിയാൻ ഉൾപ്പെടെയുള്ള അപകട സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരു റീച്ചാണ്. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മേൽപ്പാലത്തിന് മുകളിൽ ഒരു ഈ കമ്പി കാണുന്ന രീതിയിൽ ഈ കോൺക്രീറ്റ് അടർന്ന നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മഞ്ജു, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. പണി പൂർത്തിയായ ഒരു പാലമാണ്, അവിടെയാണ് ഇപ്പോൾ കോൺക്രീറ്റ് അടർന്ന നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നു, അതിലേക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു, ഈ പാലത്തിൻ്റെ മുകളിൽ അവർ ഫില്ല് ചെയ്തിരിക്കുന്ന കമ്പികൾ ഇളകിയിട്ട് മുകളിൽ വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പം പാലത്തിൻ്റെ പണിയെടുത്തിട്ട് ഏകദേശം ഒരു 2 മാസത്തിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള വളരെ വലിയ ഒരു വിഷമം എല്ലാ ഡ്രൈവർമാർക്കും ഉണ്ട്.
ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും തീരമേഖലയിൽ അടിയുന്നത് തുടരുകയാണ്. മത്സ്യസമ്പത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് തിരുവനന്തപുരത്തെ പെരുമാതുറ, വലിയതുറ, ശംഖുമുഖം ഉൾപ്പെടെയുള്ള തീരമേഖലയിൽ അടിഞ്ഞത്. സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാലിന്യം നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൽ തീരത്തും കണ്ടെയ്നർ കരക്കടിഞ്ഞിട്ടുണ്ട്. കേരള തീരമായ കോവളം, വിഴിഞ്ഞം ഭാഗങ്ങളിൽ ഇന്നലെ കണ്ടെയ്നറുകൾ അടിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കുളച്ചലിൽ കണ്ടെയ്നർ കണ്ടെത്തിയത്. മത്സ്യബന്ധന തുറമുഖത്തിന് സമീപത്തെ തീരത്തായിരുന്നു കണ്ടെയ്നർ കണ്ടത്. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ പോലീസിൽ വിവരമറിയിച്ചു. തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ഇതുവരെ 12 പേർ മരിച്ചു. രോഗബാധിതരുടെ എണ്ണം 1200 കവിഞ്ഞു. പകുതിയോളം കേസുകളും കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ റിപ്പോർട്ട് ചെയ്ത 1200 കോവിഡ് കേസുകളിൽ 519 എണ്ണവും കേരളത്തിലാണ്. ഇതിനു പുറമെ മഹാരാഷ്ട്രയിൽ 209, ഡൽഹിയിൽ 104, ഗുജറാത്തിൽ 83, തമിഴ്നാട്ടിൽ 69, കർണാടകയിൽ 47 തുടങ്ങി കോവിഡ് കേസുകൾ ഉയരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതുസാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. നിലവിൽ വ്യാപകമായ പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതില്ലെങ്കിലും ലാബുകളിൽ RT-PCR പരിശോധനാ സംവിധാനം ഒരുക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ വൈറസിന് വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ള സാമ്പിൾ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവരിലേറെയും പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ജലദോഷം, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ തുടങ്ങിയവർ പൊതു ഇടങ്ങളിലും യാത്രകളിലും ഉൾപ്പെടെ മാസ്ക് ധരിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകാനും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. BJP വക്താവോ വിദേശമന്ത്രിയോ ആക്കണമെന്ന കോൺഗ്രസിന്റെ വിമർശനത്തിന് മറുപടിയുമായി ശശി തരൂർ. അതിർത്തി കടന്നുള്ള സൈനിക നടപടികളെക്കുറിച്ച് താൻ പറഞ്ഞത് അടുത്ത കാലത്തെ സംഭവങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്നാണ് ശശി തരൂർ പറയുന്നത്. വിമർശനങ്ങളും കളിയാക്കലുകളും നടക്കട്ടെ, തനിക്ക് വേറെ പണിയുണ്ടെന്നും തരൂർ ട്വിറ്ററിൽ കുറിച്ചു. ശശി തരൂരിനെ ഉടൻ BJPയുടെ സൂപ്പർ വക്താവോ വിദേശകാര്യമന്ത്രിയോ ആക്കണമെന്ന കോൺഗ്രസ് നേതാവ് ഉദിത് രാജിന്റെ ട്വീറ്റാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പാകിസ്ഥാനെതിരെ മുൻ കോൺഗ്രസ് സർക്കാരുകൾ നടത്തിയ നടപടികളെ പരാമർശിക്കാതെ മോദി സർക്കാരിന്റെ നടപടികൾ മാത്രം പരാമർശിച്ചതായിരുന്നു പ്രകോപനം. शशि थरूर को पता है कि पहले की सरकारों ने क्या किया. पहले की सरकारें ढोल नहीं पीटती थी. പാനമയിൽ സർവകക്ഷി സംഘത്തിന്റെ പര്യടനത്തിനിടെ നടത്തിയ പ്രസംഗത്തിൽ കാർഗിൽ യുദ്ധത്തിൽ പോലും ഇന്ത്യ അതിർത്തി കടന്നിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. When for the first time India breached the line of control between India and Pakistan to conduct a surgical strike on a terror base, a launch pad, the Uri strike in September 2015, that was already something we had not done before. Even during the Kargil war, we had not crossed the line of control. ഇത് സമീപകാല സംഭവങ്ങളെ ഉദ്ദേശിച്ചെന്നായിരുന്നു തരൂരിന്റെ ന്യായം. അതെന്താ തൊട്ടു മുൻപത്തെ സർക്കാരിന്റെ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാലെന്ന് കോൺഗ്രസ് നേതാക്കൾ. ദേശീയ വക്താവ് പവൻ ഖേര അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്കുകളെ പറ്റി പറഞ്ഞതും പണ്ട് ലാഹോർ വരെ ഇന്ത്യൻ സൈന്യം കടന്നതിന്റെ ചിത്രവും ട്വീറ്റ് ചെയ്തു. മുതിർന്ന നേതാവ് ജയറാം രമേശ് ഈ ട്വീറ്റുകളെല്ലാം വീണ്ടും ട്വീറ്റ് ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു ശശി തരൂരിന്റെ മറുപടി. BJP നേതാക്കൾ തരൂരിന് വേണ്ടി ചാടിയിറങ്ങി കഴിഞ്ഞു. അംഗം കൊഴുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ നിന്ന് 2 ഭീകരരെ സുരക്ഷാസേന പിടികൂടി. ഇവരിൽ നിന്ന് തോക്കും ഗ്രനേഡും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഇർഫാൻ ബഷീർ, ഉസൈർ സലാം എന്നിവരാണ് പിടിയിലായത്. കശ്മീർ പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 2 ഭീകരരെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും തുടരന്വേഷണത്തിന് നടപടികൾ തുടങ്ങിയതായും ഷോപ്പിയാൻ പോലീസ് പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം US കോടതി തടഞ്ഞു. ട്രംപിന്റെ തീരുമാനം അധികാര ദുർവിനിയോഗമാണെന്ന് US ഫെഡറൽ കോടതി അഭിപ്രായപ്പെട്ടു. തീരുവ ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും കോടതി ഓർമ്മപ്പെടുത്തി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി തലപ്പത്ത് നിന്ന് എലോൺ മസ്ക് പടിയിറങ്ങി.
കഴിഞ്ഞ ഏപ്രിലിലാണ് ട്രംപിന്റെ തീരുവ വർദ്ധിപ്പിച്ചുള്ള തീരുമാനം പുറത്തു വന്നത്. ഇതിന് പിന്നാലെ ചൈനയും അമേരിക്കയും തമ്മിൽ പരസ്പരം തീരുവ ഉയർത്തി രംഗത്ത് വന്നിരുന്നു. പിന്നീട് അത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലേക്കും വഴിവെച്ചിരുന്നു. നിലവിൽ ആഗോള പ്രശ്നമായിരുന്ന തീരുമാനം കോടതിയുടെ ഇടപെടലോടെ ആഭ്യന്തര പ്രശ്നം കൂടിയായിരിക്കുകയാണ്. US കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ അധിക തീരുവ ചുമത്താനുള്ള അധികാരം US പ്രസിഡന്റിനില്ലെന്നാണ് വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന US ഫെഡറൽ കോടതിയുടെ നിരീക്ഷണം. 10 ദിവസങ്ങൾക്കുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറലുകൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് വൈറ്റ് ഹൌസിന്റെ തീരുമാനം. അതിനിടെ ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് എലോൺ മസ്ക് പടിയിറങ്ങി. ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവെന്ന സ്ഥാനത്ത് നിന്നാണ് പുറത്തു പോകുന്നത്. ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കം. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായുള്ള ചെലവുകൾ കുത്തനെ കൂട്ടാനും ആഭ്യന്തര നികുതികൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള ബില്ല് ട്രംപ് കൊണ്ടുവന്നതാണ് മസ്കിന്റെ പുറത്തുപോകലിന് പിന്നിൽ. സർക്കാരിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നതാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് ആഞ്ഞടിച്ചിരുന്നു. അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്ന അഭ്യൂഹവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ വ്യാപാര കരാർ ഉപയോഗിച്ചുവെന്ന് ആവർത്തിച്ച് ട്രംപ് ഭരണകൂടം. US കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് US കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം ഉള്ളത്. ഇതോടെ ഇതുവരെ പ്രസ്താവനകളിൽ മാത്രമായി ഒതുങ്ങി നിന്ന അവകാശവാദങ്ങൾക്ക് ഔദ്യോഗിക സ്വഭാവവും കൈവന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ സാധ്യമായത് ട്രംപ് ഇടപെട്ടത് കാരണമാണെന്നും ഹൊവാർഡ് ലുഡ്നിക് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങൾക്കും US-ഉമായി വ്യാപാര ബന്ധത്തിന് അനുമതി നൽകിയതും ഇതിന്റെ ഭാഗമായിട്ടാണെന്നും അതുവഴി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമായിരുന്ന യുദ്ധം ഒഴിവാക്കാൻ കഴിഞ്ഞെന്നും US ഫെഡറൽ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. IPL-ൽ 18ാം സീസണിലെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള പഞ്ചാബ് കിങ്സും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇതിൽ ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിൽ പ്രവേശിക്കാം. രാത്രി 7:30-ക്കാണ് ഒന്നാം ക്വാളിഫയർ പോരാട്ടം. നാളെ നടക്കുന്ന എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.